ഷോൾഡർ ഭാഗം വെച്ചിട്ട് കൈയിന്റെ മാർക്ക് ചെയ്യുക. ആ എതിർവശത്ത് കൈ മാർക്ക് ചെയ്തതുപോലെ തന്നെ 5 ഇഞ്ച് കൈയിനെ മാർക്ക് ചെയ്യുക. കെട്ടിട്ടടിക്കുക. റിവേഴ്സ് ഉണ്ട് മെഷീനിൽ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുക. ജസ്റ്റ് നമ്മൾ അവിടെ മാർക്ക് ചെയ്ത പോലത്തെ ഇവിടെ ഒരു മാർക്കിംഗ് ഉണ്ട്, മാർക്ക് കൊടുക്കുക. ഫസ്റ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ ഇവിടുത്തെ അളവും നോക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ മാർക്ക് ചെയ്താണ്, കറക്റ്റാണ്. അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് വേണം ചെയ്യാൻ. ഇവിടുത്തെ ഇതേ ഫ്ലെയർ ഇവിടെയും കൊടുക്കുക. ഓപ്പോസിറ്റ് സൈഡിൽ താഴ്ഭാഗം പെട്ടെന്ന് മനസ്സിലാവാൻ എന്ത് ചെയ്യുക, ഈ എൻഡ് ഭാഗത്ത് എത്ര ഇഞ്ച് ഗ്യാപ്പ് ഉണ്ട് നോക്കുക. ഇവിടെ 3.5 ഇഞ്ച് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ എൻഡ് സൈഡിൽ അവിടെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ 3.5 ഇഞ്ചിലോട്ട് കഫ്താനിയുടെ ഏകദേശം സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി അടിഭാഗം എന്റെ താഴ്ഭാഗം മടക്കി കൊടുക്കുക. അത് ഫസ്റ്റ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ചെയ്യുന്ന നമ്മൾ മടക്കി കൊടുക്കുക. അതും ഷോളിന്റെ കരടിക്കുന്ന പോലെ തന്നെ വേണം ചെയ്യാൻ. വീതി വേണമെങ്കിൽ വീതി 1 ഇഞ്ച് 2 ഇഞ്ചൊക്കെ തുമ്പിട്ടിട്ട് ആ വീതിക്കനുസരിച്ച് മടക്കി കൊടുക്കുക. ഇവിടെ നമുക്ക് തുമ്പ് കുറവാണ്, അപ്പൊ അതുകൊണ്ട് ചെറിയ രീതിയിൽ ആണ് നമ്മൾ മടക്കിയിരിക്കുന്നത്. ബാക്ക് ഭാഗം അതുപോലെ തന്നെ കവർ ചെയ്ത് കൊടുക്കുക, മടക്കി അടിച്ചു കൊടുക്കുക. ബാക്ക് ഭാഗം അതേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കഫ്താനി സ്റ്റിച്ചിങ് കഴിഞ്ഞു. സ്റ്റിച്ചിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു, എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒന്നുകൂടെ കാണിച്ചു തരാം കഫ്താനി എങ്ങനെയല്ല ഇടുന്നതെന്ന് കാണിച്ചു തരാം. കൈയിട്ട് ഇതിലെ കൈ ഇങ്ങോട്ട് പിടിക്കുക, ഇങ്ങനെ കാണുക. ഞാൻ കൈയിട്ട് കേട്ടോ ഇറക്കി കൊടുക്കും. ഇങ്ങനെ ചെറുത് വിധത്തിൽ കളിച്ചിട്ട് ഇതാണ് കഫ്താനി എന്ന് പറയുന്ന സാധനം. കൈതാക്കി കൊടുക്കും, ഇങ്ങനെ അങ്ങനെ വീശി കളിച്ചിട്ട്. കഫ്താനി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു, മനസ്സിലായെന്ന് തോന്നുന്നു. സഹകരിക്കാൻ സപ്പോർട്ട് ചെയ്യാം.